കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. മദ്യവിപണനത്തിന്റെ കുത്തൊഴുക്കിന് ആക്കം കൂട്ടുന്ന പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി ഡിസ്റ്റിലറിക്കുള്ള സർക്കാർ അനുമതി തികച്ചും ജനദ്രോഹപരമാണെന്ന് KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. സർക്കാരിന്റെ മദ്യനയത്തിന് വിരുദ്ധമായ നിലപാടും തീരുമാനവുമാണിതെന്ന് പറയേണ്ടി വരുമെന്നും ഇതുമൂലം സാമൂഹ്യ പ്രതിസന്ധി രൂക്ഷമാണെന്നതിൽ സംശയമില്ലെന്നും വ്യക്തമാക്കി. കൂടാതെ തണ്ണീർത്തട സംരക്ഷണ നിയമപരിധിയിൽ വരുന്ന ഭൂപ്രദേശത്തെ ദുരുപയോഗിച്ചും ജലദൗർബല്യ പ്രശ്നത്തെ മുഖവിലേക്ക് എടുക്കാതെയുമുള്ള ഈ നടപടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും മാർ ജോസ് പുളിക്കൽ ആവശ്യപ്പെട്ടു. പാലക്കാട് രൂപത നാടിന് സേവന മാതൃകയെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബസീലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി സ്മാരകമായ സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് അലൈറ്റഡ് സയൻസിന്റെ പുതിയ കെട്ടിടം വെള്ളപ്പാറ സാൻജോ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ കാതോലിക്ക ബാവ. പാലക്കാട് രൂപത നാടിന് നന്മകളെ നട്ടുനനയ്ക്കുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 50 വർഷമായി തുടരുകയാണെന്നും നാടിന് നന്മയാകുന്ന പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് നാടിന് സമർപ്പിക്കുന്ന നഴ്സിംഗ് കോളേജ് എന്നും കർദിനാൾ മാർ ബസീലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CBSI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് അടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സമർപ്പിതർ സഭയുടെ അഭിവാജ്യ ഘടകമെന്ന് ഇടുക്കി രൂപതാ മിത്രന്മാർ ജോൺ നെല്ലിക്കുന്നിൽ. ആഗോള സമർപ്പിത ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സമർപ്പിത ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സമർപ്പിത ജീവിതങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ആതുര ശുശ്രൂഷ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ ക്ഷേമ പ്രവർത്തന മേഖലയിലും സമർപ്പിത നൽകിയ സേവനങ്ങൾ ലോകത്തിന്റെ വിവിധ മേഖലകളിലുള്ള വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന 32 വ്യത്യസ്ത സന്യാസിനി സമൂഹങ്ങളിലെ അംഗങ്ങളായ സമർപ്പിതരാണ് വാഴത്തോപ്പ് സെയിന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ സംഗമിച്ചത്. ആകാശപ്പറവുകളുടെ കൂട്ടുകാർക്ക് അന്നദാനം നടത്തി കാവുകണ്ടം ഇടവകയുടെ കാരുണ്യ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. വീടുകളിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണപ്പൊതികൾ വികാരി ഫാദർ സ്കറിയ വേഗത്താനത്തിന്റെ നേതൃത്വത്തിൽ ആകാശപ്പറവുകളുടെ കൂട്ടുകാർക്ക് കൈമാറി. ഇടവകയുടെ സമീപ പ്രദേശങ്ങളിലെ ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ നൽകിക്കൊണ്ട് നിരാലംബർക്ക് കൈത്താങ്ങായി മാറുകയാണ് കാവുകണ്ടം ഇടവക. ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന തിരുവചന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അന്നദാനം പോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാവുകയാണ്. കുട്ടനാട്ടിലെ കൈനഗിരിയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ ജന്മഗൃഹത്തിൽ 220ാമത് ജയന്തി തിരുനാളിനും ചാവറ കുടുംബങ്ങൾക്കായി നൽകിയ ചാവറൂളിന്റെ 157ാമത് വാർഷികത്തിനും തുടക്കമായി. ഫെബ്രുവരി 1 ആരംഭിച്ച തിരുനാൾ കൊടിയേറ്റിനും തുടർന്നുള്ള ആഘോഷമായ വിശുദ്ധ കുർബാന അർപ്പണത്തിനും സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് മുഖ്യ കാർമ്മികനായി. ചാവറേച്ചിന്റെ അത്ഭുത പ്രവർത്തനങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്ന നാളിൽ തന്നെ ആരംഭിച്ചെന്നും CMI CMC സന്യാസ സമൂഹങ്ങളിലൂടെ അത് ഇന്നും തുടരുന്നുവെന്നും അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് വിശുദ്ധ കുർബാനയുടെ വചന സന്ദേശത്തിൽ പറഞ്ഞു. ഫെബ്രുവരി 1 മുതൽ 10 വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ. പ്രധാന തിരുനാൾ ദിവസമായ ഫെബ്രുവരി 10-ന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യമാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമ്മികനാകും. KCYM തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ തലശ്ശേരി അതിരൂപത പ്രഖ്യാപിച്ച സാമുദായിക ശാക്തീകരണ വർഷത്തിന്റെ കർമ്മ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്റ്റെപ്സ് യുവജന ശില്പശാലയ്ക്ക് കുന്നോത്ത് ഫൊറോന ദേവാലയത്തിൽ തുടക്കം കുറിച്ചു. KCYM തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി ശ്രീ അബിൻ വടക്കേക്കര ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അതിരൂപതയുടെ 19 ഫൊറോനകളിലും യുവജനങ്ങളുടെ നേതൃത്വത്തിൽ സാമുദായിക വിഷയങ്ങൾ, സാമൂഹ്യ വിഷയങ്ങൾ, നേതൃത്വ വികാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംഘടനാ പ്രവർത്തന ശൈലികൾ എന്നീ വിഷയങ്ങളിലാണ് യുവജന ശില്പശാലകൾ നടക്കുന്നത്. KCYM കുന്നോത്ത് ഫൊറോന പ്രസിഡന്റ് അനൽ സാബു, ഡയറക്ടർ ഫാദർ ജിൻഡോ പാണാൻകുഴിയിൽ, അതിരൂപത കൗൺസിലർ സോന സാബു, ജനറൽ സെക്രട്ടറി ജെൽവിൽ, വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ സ്കോളർഷിപ്പുകൾ പകുതിയായി വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടി കടുത്ത ന്യൂനപക്ഷ ദ്രോഹമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത സമിതി. സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയ്ക്കും ദൂർത്തിനും പാവപ്പെട്ട ജനങ്ങൾ ഇരയാകുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. ഫാദർ വർഗീസ് കുത്തൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KM ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഭാരവാഹികളായ KC ഡേവിഡ്സ്, റോഡി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ബൈജു ജോസഫ്, ലീല വർഗീസ്, ആൻഡോ തൊറയൻ, മേഴ്സി ജോയ് എന്നിവർ പ്രസംഗിച്ചു.
മാനന്തവാടി രൂപത കാവുമന്ദം ലൂർദ് മാതാ ദേവാലയത്തിന്റെ സുവർണ ജൂബിലി വർഷ സമാപനവും ഇടവക തിരുനാളും ഫെബ്രുവരി 2-ന് മാനന്തവാടി രൂപതാ മിത്രൻ അഭിമന്യമാർ ഡോക്ടർ ജോസ് പൊർന്നേടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷമായ വിശുദ്ധ ബലിയോടെ സമാപിച്ചു. ഒരു വർഷം നീണ്ടുനിന്ന ഇടവക സുവർണ ജൂബിലി വർഷാചരണത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചുവെന്നും ഓരോ മാസവും വയനാട് ജില്ലയിലെ അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കുവാനുള്ള പദ്ധതിക്ക് തുടക്കമിട്ടുവെന്നും കാവുമന്ദം ലൂർദ് മാതാ ദേവാലയ വികാരി റവറന്റ് ഫാദർ ബാബു കക്കാട്ടിക്കാരിയിൽ പറഞ്ഞു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന 25ാമത് ചൈതന്യ കാർഷിക മേളയുടെയും സ്വാശ്രയ സംഘ മഹോത്സവത്തിന്റെയും 2ാം ദിനത്തിലെ സ്വർഗ സംഗമദിന പൊതുസമ്മേളനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് കർഷകരോടുള്ള മനോഭാവത്തിലും സമീപനത്തിനും മാറ്റമുണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു. കോട്ടയം അതിരൂപത സഹായമിത്രന്മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. KLCയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും കാത്തലിക് കോൺഫറൻസ് ഓഫ് ഇന്ത്യ മുൻ നാഷണൽ വൈസ് പ്രസിഡന്റും ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലുമായിരുന്ന ഷെവ്ലിയർ പ്രൊഫസർ എബ്രഹാം അറക്കൽ അനുസ്മരണം നടത്തി. കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ നടന്ന അനുസ്മരണ സമ്മേളനം KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 26-ന് സമാപിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ശാസ്ത്രമേളയിൽ മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിലെ കുട്ടികൾ അഭിമാന താരങ്ങളായി. കേരളത്തിൽ നിന്നും സയൻസ് വ്യക്തിഗത ഇനത്തിൽ 1ാം സ്ഥാനം നേടി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആൽവീന ജോമോനും സയൻസ് ഗ്രൂപ്പിനത്തിൽ 2ാം സ്ഥാനം നേടി 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ സെബ്രിന സിവിയും മിന്ന ആൻഡ് ജോയും ദേശീയ തലത്തിൽ ശ്രദ്ധേയരായി. സമാപന സമ്മേളനത്തിൽ പോണ്ടിച്ചേരി വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ട്രോഫിയും സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും കുട്ടികൾ ഏറ്റുവാങ്ങി. സെന്റ് തോമസ് ഓർത്തഡോക്സ് വൈദിക സംഘം സെൻട്രൽ സോൺ റിഫ്രഷൻ കോഴ്സ് പരിമല സെമിനാരിയിൽ അഭിവന്യ എബ്രഹാം മാർ എപ്പിഫനോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ തിമോത്തി തോമസ്, ഫാദർ ഡോക്ടർ ലൈന ബി ജോർജ്, ഫാദർ ലൈസ്ലി പി ചെറിയാൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പഞ്ചാരക്കൊല്ലയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധിയുടെ ബന്ധുക്കളെ CBSI വൈസ് പ്രസിഡന്റും ബത്തേരി ബിഷപ്പും കാർഷിക മിത്രം രക്ഷാധികാരിയുമായ ഡോക്ടർ ജോസഫ് മാർ തോമസ് സന്ദർശിച്ചു. വനം വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന് സന്ദർശന വേളയിൽ അദ്ദേഹം പറഞ്ഞു. വന്യമൃഗശല്യം മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാവണം. ദുരന്ത സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ പലതും നടപ്പിലാക്കുന്നില്ലെന്നും ഡോക്ടർ ജോസഫ് മാർ തോമസ് പറഞ്ഞു. കുവൈറ്റ് സെന്റ് തോമസ് പാഴിയപ്പള്ളി യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ 3 നോമ്പിനോടനുബന്ധിച്ച് മംഗൾ ഓഫ് ബെതേൽ ചാപ്പലിൽ 2025 ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ ധ്യാനയോഗവും 2025 ഫെബ്രുവരി 12-ന് അഹ്മദി സെയിന്റ് പോൾസ് ചാപ്പലിൽ വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു. പ്രസാദഗിരി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിക്രമം നേരിട്ട ഫാദർ ജോൺ തോട്ടുപുറത്തിലെ സന്ദർശിച്ച് പാലാ രൂപതാ മിത്രാൻ ബിഷപ്പ് ജോസഫ് കലറങ്ങാട്ട്. മുട്ടുചിറ ഹോളി ഗോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഫാദർ ജോൺ തോട്ടുപുറത്തിനെയാണ് മാർ ജോസഫ് കലറങ്ങാട്ട് സന്ദർശിച്ചത്. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.